രാവിലെ തന്നെ ഒരു പ്രസവം കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ പശു പ്രസവിച്ചു, പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്, ബോയ് ബേബിയാണ് ഗൈസ്. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബേബി പറഞ്ഞ് നമ്മളിപ്പോ പോകുന്ന ഒരു ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ. അതായത് നമ്മുടെ ഗീതേച്ചിന്റെ ഹൗസ് വാമിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതേച്ചി, സ്മിതേച്ചി, നിശേച്ചി, സുതേച്ചി ഇവരെല്ലാവരും ഞങ്ങളെ വീടിന് തൊട്ടടുത്തായിരുന്നു. ചെറുപ്പത്തിൽ ഞാനും അപ്പും ഒക്കെ എപ്പോഴും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. സോ ഞങ്ങളുടെ നെയ്ബേഴ്സ് എന്ന് പറയുന്നതിന് നല്ലത് ഞങ്ങളൊരു ഫാമിലി പോലെ കഴിഞ്ഞവരാണ്. അപ്പൊ അത്രയും ക്ലോസ് ആണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫംഗ്ഷനാണ്. ഇപ്പൊ ചാത്തമംഗലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വായടയ്ക്കാനുള്ള സമയം എനിക്ക് കിട്ടില്ല എന്നുള്ളത് ഷുവറാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരുണ്ടാകും. പിന്നെ അതുപോലെ ഞങ്ങൾ ആദ്യം താമസിച്ചത് ചാത്തമംഗലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് അപ്പൂനാണ് കേട്ടോ. യൂട്യൂബറാന്ന് പറഞ്ഞിട്ടല്ല, ക്യാമറ കണ്ടപ്പോൾ നൈസായിട്ട് മൂപ്പര് മുങ്ങി. പിന്നെ ഞാൻ ക്യാമറ ഓണാക്കി പോകുന്ന കണ്ടപ്പോൾ തന്നെ അതെല്ലാം പറയണ്ട, ഓൾ ഇതാ ക്യാമറയും പൊക്കി പിടിച്ച് വന്നത്. ഇതാണ് നമ്മളെ സ്മിതേച്ചി. അപ്പം മുന്നൂസ് ഒന്നാണ് കേട്ടോ മാലട്ടത്. അപ്പൊ സ്വാമിമാരാണ് ഗൈസ്. പൊടി കാര്യമായിട്ട് ഇവിടെ വെള്ളം എടുത്ത് കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. മാമന് കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കാൻ അല്ലൂട്ടോ കേട്ടോ. പിന്നെ ഞാൻ ഇമ്പളെ ടീം എടേന്ന് നോക്കി പോയി അവസാനം എത്തിയത് ഇതാ ഭക്ഷണം കഴിക്കുന്നോർത്താണ്. ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കമ്പനിക്ക് ഓരോ കൂടെ അങ്ങോട്ട് ഇരുന്ന്, കെട്ടിയോനും മക്കളൊന്നും എത്തിയിട്ടില്ല എന്നർത്ഥം. എന്റെ ക്യാമറ ഓൺ ആണെന്നുള്ളത് ബബിയേച്ചി അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞപ്പോൾ ഇതാ കണ്ടം വഴി ഓടുകയാണ്. നമ്മളെ നാട്ടിൽ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരും വന്നല്ലോ. അങ്ങനെ ഞാൻ പറയില്ല, അത് ഇവളെ പറയാം. അന്നെ റൈഡ് പിടിച്ചറിയില്ല. നല്ലപോലെ കുന്നു പോകുന്ന നല്ലേ തീർക്കുമ്പോ തന്നെ എന്താ ഒരു അച്ചാർ നോക്കി തിന്നുന്നോ. ഞാൻ എൻ്റെ ലൈഫ് എന്ന് പഠിച്ചൊരു പാഠം പറഞ്ഞു തരട്ടെ. നമ്മൾ നന്നാവുന്നത് കണ്ടിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോ, സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടോ, അവരെ കൂടെ ചേർക്കുക. പകരം നേരെ തിരിച്ച് കുശുമ്പും കുന്നായ്മയും മനസ്സിൽ വെച്ചിട്ട് ഓരങ്ങനെ നന്നാവണ്ട എന്ന് വിചാരിക്കുന്നവരുടെ അവരുടെ ലൈഫിൻ്റെ അയലത്തേക്ക് ചേർക്കരുത്. എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ എൻ്റെ സ്വന്തം പോലെ കരുതിയ കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പിന്നീന്ന് കുത്തുന്ന ടൈപ്പാന്ന് മനസ്സിലാക്കി എനിക്ക് കുറേ അധികം വർഷങ്ങൾ കഴിയേണ്ടി വന്നു. സോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അങ്ങനെയുള്ള വ്യക്തികളുടെ നിഴൽവട്ടം പോലും നമ്മുടെ ലൈഫിലേക്ക് വരാത്തതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബൈ ദ വേ നമ്മൾ സദ്യയിൽ നിന്നും കാട് കയറി എങ്ങോട്ടൊക്കെയൊക്കെയോ പോയി. അത് കഴിഞ്ഞത് ആ വൈശാഖേട്ടനും അപ്പവും പൊന്നൂസും എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ അല്ലൂസിനും തുമ്പിക്കൊക്കെ ചോറ് വാരി കൊടുത്തു. ഫുഡടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് തണുത്ത വെള്ളം കുടിക്കുക ചാത്ത് കയറി പോയപ്പോഴാണ് ഇതാ ഇവർ രണ്ടുപേരായിരുന്നു വർത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വൈശാഖേട്ടൻ അഭിനയിക്കാൻ അറിയില്ല എന്നാണ് അവിടുന്ന് വിളിച്ച് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോരാനുള്ള സമയമായി തുടങ്ങി. ഈ സാധനത്തിന് ഒതുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്താണ് അടുത്ത പണി ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. കസാര വെച്ചിട്ട് ഇവിടുന്ന് കാറ്റ് കൊള്ളായിരുന്നു കുട്ടി. പിന്നെ നമ്മൾ ചാത്തമംഗലത്തുള്ള ഒരുപാട് പേരെ കണ്ടു കേട്ടോ. ഞാൻ 3 വയസ്സുള്ളപ്പോഴാണ് അവിടുന്ന് വീട് മാറി പോകുന്നത്. പക്ഷേ ആ 3 വയസ്സിനുള്ളിൽ ഇത്രയും ഒരു കണക്ഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത ഞാൻ ആരാ അല്ലേ? എത്ര ആൾക്കാർ വന്ന് വർത്താൻ പറഞ്ഞാൽ അറിയോ? ആർക്കും എൻ്റെ പേരൊന്നും അറിയില്ല. പൂവേ എന്നാണ് എന്നെ വിളിക്കാറ് കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും വന്ന് ഭയങ്കര സ്നേഹത്തോടെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അവിടെ ചെന്ന് നമ്മളെ നാട്ടിലുള്ളവരെയും പിന്നെ അതുപോലെ ഞങ്ങളെ പഴയ നാട്ടിലുള്ളവരെയും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് ആ മാമനും അമ്മായിനെയും ഒക്കെ കണ്ടത്. അപ്പോൾ ഓരോരുത്തും ഒക്കെ ബായ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് ഗൈസ്. അപ്പോൾ മോളിലാണ് നമ്മൾ കാർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വരെ മക്കളെ ഇവരെ ഇറക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. ബായ്.